enter the Lake of Galilee from the north. I'm supposed to continue from the southern side towards the Dead Sea. But there's a dam, as I show you. As I show you, there's a dam to prevent the water to continue towards the Dead Sea, because we are pumping water from the north side towards the three is one Trinity. Yes, the Trinity. ഗലീലി തടാകം കർത്താവിന്റെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തടാകമാണ്. തടാകം, ഗലീലി തടാകം, പിന്നെ തിബേരിയൂസ്. ഇത് മൂന്നും ഈ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാണ്. ഇത് ശുദ്ധജല തടാകമാണ്. ഇവിടെ നിന്നാണ് 30% ജലവും. שומרים כל היום וכל הלילה על חומותיי
שומעים כל היום וכל אוהבי הכל כי יפוצו ושנאיך תלמד איך תביא הכל כי יפוצו ושנאיך שישו את ירושלים גילו בכל אוהבי הכל ഗലീലി തടാകത്തിലെ സന്തോഷം നുകർന്നുകൊണ്ട് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിളമ്പിയ അപ്പം വർദ്ധിപ്പിച്ച തബ്ക എന്ന പേരിലറിയപ്പെടുന്ന സ്ഥലം സന്ദർശിക്കുവാനാണ് എല്ലാവരും പോകുന്നത്.
ആദിമ ക്രിസ്ത്യാനികൾ ജ്ഞാനസ്നാനത്തിനായി ഉപയോഗിച്ചിരുന്ന തൊട്ടിയാണ്. അനേകം ആളുകൾ ഒരേ സമയം ജ്ഞാനസ്നാനത്തിനായി കടന്നുവന്ന അവസ്ഥയിൽ 4 പേർക്ക് ഒന്നിച്ചിരുന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ജ്ഞാനസ്നാന തൊട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് മുന്തിരിച്ചക്ക്. ഇതിന് നടുവിലുള്ള തിരിക്കല്ല് ഉപയോഗിച്ചാണ് ആദ്യകാലത്ത് മുന്തിരിയിലെ മുന്തിരിനീരും ഒലിവുകായകളിൽ നിന്നും ഒലിവെണ്ണയും എടുത്തിരുന്നത്. ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്ന തിരിക്കല്ലാണ് ഇത്. ഈ തിരിക്കല്ല് കെട്ടി ആളുകളെ കടലിൽ താഴ്ത്തുന്നതിനെ കുറിച്ചാണ് ഈശോ പലപ്പോഴും പ്രതിപാദിച്ചിട്ടുള്ളത്. നീ മറ്റുള്ളവർക്ക് പാപഹേതുവാണെങ്കിൽ ഈ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ താഴ്ത്തുന്നതാണ് അതിനേക്കാൾ നല്ലതെന്ന് ഒരിക്കൽ ഈശോ പറയുകയുണ്ടായി. ഇത് തബ്കയിലെ ദേവാലയത്തിന്റെ കവാടമാണ് ഇപ്പോൾ നാം കാണുന്നത്. അപ്പം വർദ്ധിക്കുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ സ്ലീഹാന്മാർ 12 പേരും അവന്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവർ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളിലാക്കി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ പറഞ്ഞു. അവർ എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ 5 അപ്പവും 2 മീനുകളും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച തബ്കയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നത് യേശു ഇരുന്ന പാറയാണ്. ഇതാണ് പത്രോസിന് പ്രാമുഖ്യം നൽകിയ സ്ഥലം. ഇവിടെ വെച്ചാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ, നീ പാറയാകുന്നു. നിന്റെ പാറയുടെ മുകളിൽ ഞാൻ എന്റെ ഭവനം പണിയുമെന്ന്. സഭയുടെ അധികാരം പത്രോസിന് നൽകിയ പുണ്യഭൂമിയാണിത്. കർത്താവേ, നീ അപ്പം വർദ്ധിപ്പിച്ച ഈ ഇടത്തു നിന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിന്റേത് മാത്രമാകുന്നു. ആമേൻ. നമ്മുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവാണ് പത്രോസിന് സഭയുടെ അധികാരം നൽകിയത്. യേശുവിൽ നിന്നും അഭിഷിക്തനായ പത്രോസിന്റെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പമാർ. ഇവിടെ വെച്ച് തന്നെയാണ് ഉത്ഥാനശേഷം ഈശോ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരോടൊന്നിച്ച് മത്സ്യം ഭക്ഷിക്കുകയും ചെയ്തത്. ഈ വിശുദ്ധ സ്ഥലത്ത് ഈശോയുടെയും പത്രോസിന്റെയും സ്മരണകൾ നമുക്ക് പങ്കിടാം. مرحبا يا أهلا وسهلا بأهل كيرلا، شرفتونا ونورتونا يا أهل كيرلا.
corruption of Heptagon. 7 springs. In this area we have 7 springs. Some of them warm water, and some of them disciples. And there is many kinds of fishes. 153. And they had breakfast in a rock located inside the church. And now I want to ask you, Father, why 153? And small one. They are symbolized all the nations. And there's another explanation, very interesting explanation. Number. Numeric. Yeah. Letter B equal 2, etc. 153 to a letter. We have very interesting letter. Because Jesus here, and in Caesarea Philippi, it's about 60 kilometers to the north. Peter. കർത്താവേ, നിന്റെ സഭയുടെ അധ്യക്ഷനായി അധിപനായി നിന്റെ ശമയോന് ബലഹീനനും പോരായ്മകളുള്ളവനുമായിരുന്ന പത്രോസിനെ നീ നിയോഗിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചത് ഞങ്ങളുടെ കഴിവുകളോ യോഗ്യതകളോ നോക്കിയിട്ടല്ല, നീ ഞങ്ങളിൽ ഓരോരുത്തരിലൂടെയും നിന്റെ മഹത്വം വെളിപ്പെടുത്താൻ നീ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ശമയോനെ പോലെ നിന്നോട് മരണം വരെ വിശ്വസ്തരായിരിക്കാനും ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരെ നിന്റെ സവിധത്തിലേക്ക് വഴി നടത്താനും ഞങ്ങളെ നീ ബലപ്പെടുത്തണം. ഈ പുണ്യപ്പെട്ട മണ്ണിൽ നിന്ന് എല്ലാ മാർപ്പാപ്പമാർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് ഇന്ന് സഭയെ ഭരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് 16 പാപ്പയ്ക്ക് വേണ്ടിയും, സകല മെത്രാന്മാർക്ക് വേണ്ടിയും, എല്ലാ വൈദികർക്ക് വേണ്ടിയും, സഭയെ നയിക്കുന്ന എല്ലാ ആത്മായ സഹോദരങ്ങൾക്ക് വേണ്ടിയും, എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്നേ ആമേൻ.